ആരും ഇപ്പോൾ ഫോൺ വാങ്ങരുത്, അടുത്ത മാസം അടിപൊളി ഫോൺസ് വരും, ആ സമയത്ത് വാങ്ങാമെന്ന് ഞാൻ ഉൾപ്പെടെ പല റിവ്യൂസും പറയാറുണ്ട്. എന്നാൽ ഇപ്പോൾ ഞാനത് മാറ്റി പിടിക്കാൻ പോവാണ്. ഫോൺ വാങ്ങാൻ നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ വാങ്ങിച്ചു. മാർക്കറ്റിന്റെ അവസ്ഥ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാലോ. സ്മാർട്ട് ഫോണിന്റെ പ്രൈസുകൾ ഇങ്ങനെ കുതിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ ചിപ്സെറ്റ്, പുതിയ റാം, പുതിയ സ്റ്റോറേജ് ഒക്കെ വരുമ്പോൾ ഫോണിന്റെ വില ഇനിയും കൂടും. അതുകൊണ്ട് ഓഫർ ടൈം ആണ് ബെസ്റ്റ് ടൈം. ഈ വരുന്ന ജൂലൈ 4-ാം തീയതി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ആമസോൺ പ്രൈം ഡേ ഓഫർ സെയിലിൽ ഈ രണ്ട് ഫോണുകളുടെ മേളിൽ ഓഫേഴ്സ് ഉണ്ട്. അത് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. സോ ഈ ഫോണുകളുടെ ഫീച്ചേഴ്സും ഓഫർ പ്രൈസ് എല്ലാം ഞാൻ ഷെയർ ചെയ്യാം. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോ. ഫസ്റ്റ് നമുക്ക് ഈ കാണുന്ന ഫോൺ നോക്കാം. ക്വാൾകോമിന്റെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും പവർഫുൾ ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 8 എലീറ്റ് ഫോർ ഗാലക്സി ചിപ്സെറ്റുമായാണ് വരുന്നത്. ഇപ്പോഴത്തെ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിലും വൺ ഓഫ് ദി മോസ്റ്റ് പവർഫുൾ ചിപ്സെറ്റ്സ് ആണ്, നോ ഡൗട്ട്. അതുകൊണ്ട് ഗെയിമിംഗ് ആണെങ്കിലും ഹെവി മൾട്ടി ടാസ്കിംഗ് ആണെങ്കിലും 4K വീഡിയോ എഡിറ്റിംഗ് പോലുള്ള ടാസ്കുകൾ വളരെ ഈസിലി ഈ ഒരു ഫോണിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതിനോടൊപ്പം തന്നെ സ്റ്റാർട്ടിംഗ് തന്നെ 12 GB ആയതുകൊണ്ട് AI ഫീച്ചേഴ്സും വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്കി ആപ്പ് സ്വിച്ചിങ് ആണെങ്കിലും ആപ്പ് ഓപ്പണിംഗ്, ആപ്പ് ക്ലോസിംഗ്, ബാക്ക്ഗ്രൗണ്ടിൽ കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിലും നോ പ്രോബ്ലം, കാരണം ഫ്ലാഗ്ഷിപ്പ് ഫോണാണ്. പിന്നെ ഒരു വലിയ പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ ഈ ഫോണിന്റെ കൂടെ 7 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റിന് വേണ്ടിയുള്ള പോളിസിയാണ് വന്നിരിക്കുന്നത്. സോ ഈ ഫോൺ കഴിഞ്ഞ വർഷം വന്ന ഫോൺ ആണെങ്കിലും നോ പ്രോബ്ലം, 6 അപ്ഡേറ്റ്സ് ബാക്കിയുണ്ട്. സോ ഈ ഫോൺ 3-4 വർഷത്തിന് ശേഷം ഔട്ട്ഡേറ്റഡ് ആയി പോകും, അപ്ഡേറ്റ്സ് കിട്ടൂല, ആ ഒരു പേടി വേണ്ട. ഫ്യൂച്ചർ പ്രൂഫ് ആണ്. 200 മെഗാ പിക്സലിന്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. അത്യാവശ്യം നല്ല ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അതായത് ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയ ഒരു ഫോണാണ്. ക്യാമറ മാത്രമല്ല ഇതിന്റെ മെയിൻ പ്രയോറിറ്റി, ഓവറോൾ ഒരു കംപ്ലീറ്റ് എക്സ്പീരിയൻസ് ആയിരുന്ന ഒരു ഫോണാണ്. എന്നാലും സ്റ്റിൽ ക്യാമറ ഈസ് പ്രിറ്റി ഗുഡ്. നല്ല സ്കിൻ ടോൺസ് ഉണ്ട്, നല്ല കളേഴ്സ് ഉണ്ട്, HDR വളരെ നല്ലോണം ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഈവൻ നൈറ്റോഗ്രഫി ആണെങ്കിൽ, അതായത് രാത്രി എടുക്കുന്ന വീഡിയോസിന്റെ ക്വാളിറ്റിയും നല്ലതാണ്. അതായത് ഗ്രെയിൻസ് കുറവായിരിക്കും, കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. 10-bit HDR വീഡിയോസ് റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ പ്രൊഫഷണൽ ലെവൽ ലോഗ് ഫുട്ടേജും നിങ്ങൾക്ക് ഇവിടെ റെക്കോർഡ് ചെയ്യാം. എന്നിട്ട് ഫോണിൽ തന്നെ അത് ഇങ്ങനെ കളർ ഗ്രേഡ് ചെയ്ത് എടുക്കാം. സോ പ്രോപ്പർ പ്രോ ലെവൽ ക്യാമറ സിസ്റ്റം ആണ് ഈ ഫോണിന്റെ കൂടെ വരുന്നത്. പിന്നെ സാംസങ്ങിന്റെ ഗാലക്സി AI ഫീച്ചേഴ്സിനെ കുറിച്ച് ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ദി ബെസ്റ്റ് AI ഇൻ എനി സ്മാർട്ട് ഫോൺ, ഒരു സംശയം വേണ്ട. ഫോർ എക്സാമ്പിൾ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും നോയ്സ് ഒക്കെ കയറി വന്നിട്ടുണ്ടെങ്കിൽ അതെടുത്ത് കളയുന്ന ഓഡിയോ ഇറേസർ ഫീച്ചർ ഉണ്ട്. ഫസ്റ്റ് ഇപ്പം ഞാൻ നോയ്സ് റിഡ്യൂസ് ചെയ്യാം. സോ നോയ്സ് ഒരുപക്ഷെ റിഡ്യൂസ് ആയിട്ടുണ്ടാവും ഇപ്പം. സെക്കൻഡ്, ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് റിഡ്യൂസ് ചെയ്യാണ്. എനിക്ക് വേണമെങ്കിൽ ഈവൻ എൻ്റെ വോക്കൽസും മാറ്റാം. നൗ ബ്രീഫ് ഫീച്ചർ വഴി നിങ്ങളുടെ വെതർ, ആ ദിവസത്തെ പ്ലാൻ, റിമൈൻഡേഴ്സ് അതൊക്കെ എടുത്ത് കാണാൻ പറ്റും. അതുപോലെ തന്നെയാണ് നൗ ബാറിന്റെ ഫീച്ചർ. നിങ്ങൾ മിനിമൈസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ഇവിടെ മാറ്റി കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു സാംസങ് ഫ്ലാഗ്ഷിപ്പ് ഫോൺ ആയതുകൊണ്ട് ബിൽഡ് അടിപൊളിയാണെന്ന് ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഇതിന്റെ അകത്ത് ടൈറ്റേനിയം ഫ്രെയിം വെച്ചാണ് തന്നിരിക്കുന്നത്. കയ്യിലെടുക്കുമ്പോൾ തന്നെ ഒരു പ്രീമിയം ഫീൽ കിട്ടും. ഫ്രണ്ടിലും ബാക്കിലും ഗ്ലാസ് ആണ്. ഗൊറില്ല ആർമർ 2 പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. ഫോണിന്റെ ഫ്രണ്ടിൽ 2K റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബ്യൂട്ടിഫുൾ ഡൈനാമിക് ആമുലേറ്റ് ഡിസ്പ്ലേ ആണ് സാംസങ് ഇട്ട് തന്നിരിക്കുന്നത്. സോ യൂട്യൂബ് വീഡിയോസ്, TV സീരീസ്, മൂവീസ്, ഈവൻ ഗെയിമിംഗ് ആണെങ്കിലും ഇതൊക്കെ ചെയ്യുമ്പോൾ അടിപൊളി എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. 5000 mAh ബാറ്ററിയാണ് തന്നിരിക്കുന്നത്. ഈസിലി നിങ്ങൾക്ക് 1 day ബാറ്ററി ബാക്കപ്പ് കിട്ടും. 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ചാർജർ സെപ്പറേറ്റ്ലി വാങ്ങിക്കേണ്ടി വരും. വയർലെസ് ചാർജിങ്ങിന് വേണ്ടിയുള്ള ഫീച്ചറും കൊടുത്തിട്ടുണ്ട്. ഫ്രാങ്ക്ലി ഒരു കാര്യം പറഞ്ഞാൽ ഈ ഫോണിന്റെ എല്ലാ ഫീച്ചേഴ്സും നമ്മൾ കഴിഞ്ഞ വർഷം തന്നെ ഡിസ്കസ് ചെയ്തതാണ്, നിങ്ങൾക്ക് അറിയാം. സോ ഇതാണ് സാംസങ്ങിന്റെ ഗാലക്സി S25 Ultra. ആമസോൺ പ്രൈം ഡേ സെയിലിന്റെ ഭാഗമായിട്ട് 84,999 ഓഫർ പ്രൈസിൽ അവൈലബിൾ ആണ്. സോ നിങ്ങൾ ഈ ഒരു പ്രൈസിൽ ഒരു കംപ്ലീറ്റ് ഫ്ലാഗ്ഷിപ്പ് എക്സ്പീരിയൻസ് നോക്കുന്നുണ്ടെങ്കിൽ, ഡിസ്പ്ലേ, പെർഫോമൻസ്, ബിൽഡ്, സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് എല്ലാം നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സാംസങ് ഗാലക്സി S25 Ultra ചെക്ക്ഔട്ട് ചെയ്യാം. നെക്സ്റ്റ് ഫോൺ സാംസങ്ങിന്റെ ഒരു A സീരീസ് ഫോൺ ആണ്. സാംസങ്ങിന്റെ A സീരീസ് ഫോൺ എന്ന് പറയുമ്പോൾ ഇറങ്ങുമ്പോൾ ലേശം പ്രീമിയം പ്രൈസിംഗിലൊക്കെയാണ് ഇറങ്ങുന്നത്. സോ ഓഫർ സമയത്ത് വാങ്ങിക്കുന്നതാണ് ബെസ്റ്റ് ഓപ്ഷൻ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫോൺ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഫോണിന്റെ ഓഫർ പ്രൈസ് നോക്കുമ്പോൾ ഇതിന്റെ ബിൽഡും ഇൻ ഹാൻഡ് ഫീൽ ഉണ്ടല്ലോ, ഇറ്റ്സ് വെരി പ്രീമിയം. അതായത് ചുറ്റുമുള്ള ഫ്രെയിം മെറ്റൽ ഫ്രെയിം ആണ്. ഇപ്പോഴത്തെ മാർക്കറ്റ് സിറ്റുവേഷനിൽ ഈ പ്രൈസിംഗിൽ മെറ്റൽ ഫ്രെയിം പ്ലസ് ഗ്ലാസ് സാൻഡ്വിച്ച്, അതായത് ബാക്കിലും ഫ്രണ്ടിലും ഗ്ലാസിന്റെ ബിൽഡ് കിട്ടുന്നത് ലേശം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതിനോടൊപ്പം തന്നെ ഈ രണ്ടിടത്തും ഗൊറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസിന്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ 6.7 ഇഞ്ച് സൈസുള്ള ഒരു സൂപ്പർ ആംലോഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിന് റിഫ്രഷ് റേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡെയിലി സ്ക്രോളിംഗ് ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും നെറ്റ്ഫ്ലിക്സിലുള്ള മൂവീസ് ആണെങ്കിലും നല്ല ഒരു വീഡിയോ എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. ചുറ്റുമുള്ള ബെസൽസ് ലേശം തിക്ക് ആണ്. എന്നാൽ ഡിസ്പ്ലേ ക്വാളിറ്റി ഈസ് വെരി നൈസ്. നല്ല ബ്രൈറ്റ് ഡിസ്പ്ലേ ആണ്. ഔട്ട്ഡോർ കൊണ്ടുപോകുമ്പോഴും വിസിബിലിറ്റിയിൽ യാതൊരു ഇഷ്യൂ ഇല്ല. 50 മെഗാ പിക്സലിന്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് തന്നിരിക്കുന്നത്. നല്ലൊരു റിലയബിൾ ക്യാമറ സെറ്റപ്പ് എന്ന് പറയാൻ പറ്റും. സാംസങ്ങിന്റെ ആ ഒരു പ്രോസസ്സിംഗ് ഉള്ളതുകൊണ്ട് അത്യാവശ്യം നല്ല കളർഫുൾ ഫോട്ടോസ് ആണ് കിട്ടുന്നത്. സ്കിൻ ടോൺ നൈസ് ആണ്. ഞാൻ സാമ്പിൾസ് ഷെയർ ചെയ്യുന്നുണ്ട്, കണ്ടു നോക്കുക. ഫ്രണ്ട് ക്യാമറ ആൻഡ് ബാക്ക് ക്യാമറ രണ്ടും സ്റ്റേബിൾ 4K റെക്കോർഡിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. HDR വീഡിയോസ് എടുക്കാനുള്ള ഫീച്ചറും കൊടുത്തിട്ടുണ്ട്. ബെസ്റ്റ് ഫേസ് എന്ന ഫീച്ചർ ഉണ്ട്, അറിയാലോ. നമ്മുടെ ഫേസ് ഒന്ന് മാറിപ്പോയാൽ അതൊന്ന് ശരിയാക്കാൻ വേണ്ടിയുള്ള ഫീച്ചറാണ് ബെസ്റ്റ് ഫേസ്. ഒരു വീഡിയോയുടെ മേളിൽ ഇങ്ങനെ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്തിട്ട് അതിനെ സ്ലോ മോഷൻ ആക്കാൻ പറ്റും. അതുപോലെ തന്നെ
അനാവശ്യമായുള്ള ഓബ്ജക്ട്സ് എടുത്ത് കളയുന്ന ഓബ്ജക്ട് ഇറേസർ ഫീച്ചർ, കുറെ ക്ലിപ്സ് നമുക്ക് വേണമെങ്കിൽ കൂട്ടിച്ചേർത്തിട്ട് ഒരു സിംഗിൾ ഷോർട്ട് മൂവി പോലെ ആക്കാൻ പറ്റും. കൂടെ സർക്കിൾ ടു സെർച്ചും ഗൂഗിൾ ജെമിനി ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ സാംസങ്ങിന്റെ Exynos 1580 ചിപ്സെറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ഇതൊരു ഭയങ്കര പവർഫുൾ അല്ലെങ്കിൽ ഗെയിമിംഗ് ഓറിയന്റഡ് ഭയങ്കര പെർഫോമൻസ് ഓറിയന്റഡ് ചിപ്സെറ്റ് അല്ല. എന്നാൽ കൂടെ LPDDR5X RAM ആൻഡ് UFS 3.1 സ്റ്റോറേജ് ആണ് തന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് നൈസ്. സോ നോർമൽ ഡേ ടു ഡേ യൂസ് ആണെങ്കിലും ഈവൻ കാഷ്വൽ ഗെയിമിംഗ് ആണെങ്കിലും ഫോർ എക്സാമ്പിൾ BGM ഒക്കെ ആണെങ്കിൽ 60 FPS കളിക്കാൻ പറ്റും. അതിൽ പ്രോബ്ലം ഒന്നും ഇല്ല. പക്ഷേ ഇതൊരു പ്രോ ഗെയിമിംഗ് ഫോൺ അല്ല. ബാക്കി ഇതിൽ കൊടുത്തിരിക്കുന്ന സോഫ്റ്റ്വെയർ ഫീച്ചേഴ്സ് ആണെങ്കിലും അറിയാലോ, 1 UI ആണ് തന്നിരിക്കുന്നത്. 6 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റിന് പ്രോമിസ് സാംസങ് ഇവിടെ ചെയ്തിട്ടുണ്ട്. സോ ഒരു വർഷം പഴയ ഫോൺ ആണെങ്കിൽ നിങ്ങൾക്ക് 5 അപ്ഡേറ്റ്സ് ഇനിയും കിട്ടും. പിന്നെ 1 UI നിന്ന് പ്രതീക്ഷിക്കുന്ന സ്മൂത്ത്നെസ്സും ഒരു ലോഡ് സോഫ്റ്റ്വെയർ ഫീച്ചേഴ്സ് ഒക്കെ ഇവിടെയും വരുന്നുണ്ട്. സോ ഒരു ശരാശരി യൂസറിനെ സംബന്ധിച്ചിടത്തോളം ഈ ഫോണിന്റെ പെർഫോമൻസ് വിൽ ബി ഓക്കെ. പിന്നെ 5000 mAh ബാറ്ററിയുമായാണ് വരുന്നത്. സാംസങ്ങിന്റെ ഓപ്റ്റിമൈസേഷൻ കാരണം ഈസിലി നമുക്ക് ഒരു ദിവസത്തെ അപ്പുറത്തേക്കുള്ള ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട് റെഗുലർ യൂസ് ആണെങ്കിൽ. ഇനി നിങ്ങളൊന്ന് ആഞ്ഞു പിടിക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം വൈകുന്നേരം വരെ പോകും. 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. ആൻഡ് ഇതിന്റെ കൂടെയും ചാർജർ ബോക്സിൽ വരുന്നില്ല, അത് പ്രത്യേകം വാങ്ങിക്കേണ്ടി വരും. ഈ ഫോണാണ് സാംസങ്ങിന്റെ സാംസങ് ഗാലക്സി A56. പിന്നെ ഈ വർഷം സാംസങ് ഇതിന്റെ ഒരു പുതിയ കളർ വേരിയന്റ് ആയ ഓസം വയലറ്റ് ഗ്ലോ കൊണ്ടുവന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് പർപ്പിൾ ഷെയ്ഡ് ഇഷ്ടമാണെങ്കിൽ ചെക്ക്ഔട്ട് ചെയ്യാം. ഈ സാംസങ് ഗാലക്സി A56ന്റെ ആമസോൺ പ്രൈം ഡേ ഓഫർ പ്രൈസ് ആണ് 31,999 രൂപ. എന്നോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു A സീരീസ് ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ, പലർക്കും സാംസങ്ങിന്റെ A സീരീസ് ഭയങ്കര താല്പര്യമുണ്ട്, നിങ്ങൾ അങ്ങനത്തെ ഒരാളാണെങ്കിൽ ഇപ്പോഴത്തെ മാർക്കറ്റ് സിറ്റുവേഷനിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ A56 ചെക്ക്ഔട്ട് ചെയ്യാം. ഈ ആമസോൺ പ്രൈം ഡേ സെയിൽ ജൂലൈ 4-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഈ ഒരു ഓഫർ സെയിലിൽ നിങ്ങൾ പുതിയ സ്മാർട്ട് ഫോൺസ് വാങ്ങാൻ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ 2 സ്മാർട്ട് ഫോൺസ് ചെക്ക്ഔട്ട് ചെയ്യാം. ദിസ് ഇസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് സൈനിങ് ഓഫ്. ബൈ.